ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെന്റൽ ബ്രിഡ്ജും അതുപോലെ ഇംപ്ലാന്റും തമ്മിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. രണ്ടും പെർമനന്റ് ടൂത്ത് ഓപ്ഷനാണ്. നമുക്കൊരു പല്ല് പോയിട്ടുണ്ടെങ്കിൽ ആ പല്ല് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമനന്റ് ട്രീറ്റ്മെന്റുകളിൽ പെടുന്നതാണ് ഡെന്റൽ ഇംപ്ലാന്റും ഡെന്റൽ ബ്രിഡ്ജും. ഓക്കെ, അതിൽ നമ്മൾ വിചാരിക്കുക ആദ്യം രണ്ടു പേർക്കും പല്ലുകൾ നഷ്ടപ്പെട്ടു. അതിനുശേഷം മിച്ചം ഉണ്ടായിരുന്ന അതിൻ്റെ എല്ലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വേരുകൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇതുപോലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനുള്ളിൽ ഇംപ്ലാന്റ് ആണെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂ, ഒരു യൂഷ്വലി ടൈറ്റാനിയം മെറ്റീരിയൽ ആയിരിക്കും. ഇതിനെയാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലുകൾക്കുള്ളിൽ അത് സ്ഥാപിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പല്ലുകളുടെ ആകൃതിയിലുള്ള ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ പ്ലേസ് ചെയ്യുന്നു. ഈ ട്രീറ്റ്മെൻ്റ് ആണ് ഡെന്റൽ ഇംപ്ലാന്റ്. അതേസമയം ഡെന്റൽ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇതേ സെയിം കണ്ടീഷൻ, അയാൾക്ക് പല്ല് നഷ്ടമായി, ഇവിടെ സ്പേസ് ആണ്. പക്ഷേ തൊട്ടടുത്തുള്ള പല്ലുകളെ റൂട്ട് കനാൽ ചെയ്തോ അല്ലെങ്കിൽ നല്ല പല്ലുകളാണെങ്കിൽ വിത്തൗട്ട് റൂട്ട് കനാൽ എന്ത് ചെയ്യുന്നു, ക്യാപ്പ് ഇടുന്നതിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ രണ്ട് പല്ലുകൾക്കും ക്യാപ്പ് ഇട്ട് അതിൻ്റെ സപ്പോർട്ടോട് കൂടി നടുക്കത്തെ പല്ല് റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡാണ് ഡെന്റൽ ബ്രിഡ്ജ്. ഓക്കെ, ഇത് ഡെന്റൽ ബ്രിഡ്ജാണ്. ഈ കേസിൽ അടുത്ത പല്ലുകളെ നമ്മൾ ട്രിം ചെയ്യുന്നുണ്ട്. ഇത് ഡെന്റൽ ഇംപ്ലാന്റ് ആണ്. ഈ കേസുകളിൽ ആ ഒരു സ്പേസ് മാത്രം നമ്മൾ ഇംപ്ലാന്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഈ ഒരു ക്യാപ്പിന് വരുന്നതെന്ന് വെച്ചാൽ കാലക്രമേണ ഇവിടെ മോണയ്ക്ക് ഇൻഫെക്ഷൻ വരാനും മോണ ഇറക്കം ഉണ്ടാകാനും എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് ഡെന്റൽ ബ്രിഡ്ജിന്. അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഫെയിലിയർ സംഭവിക്കാം, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്നാലും ഡെന്റൽ ബ്രിഡ്ജ് ഇതുപോലെ ഫെയിലിയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ റീ ഇൻഫെക്ഷൻ വരാം, തൊട്ടടുത്ത പല്ലുകൾക്ക് കേടുകൾ വരാം, അങ്ങനെ ഈ പല്ല് പിന്നെ റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരാം. അതുപോലെ എല്ലുകൾക്കടിയിൽ ഇതുപോലെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നീരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ബ്രിഡ്ജിൻ്റെ ലോങ് റണ്ണിലുള്ള സൈഡ് ഇഫക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളാണ്. നമുക്ക് പിന്നീട് ഈ തൊട്ടടുത്ത പല്ലുകളും എടുത്തു കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. പിന്നെ ഈ പല്ലുകളെല്ലാം എന്ത് ചെയ്യേണ്ടി വരും, പിന്നീട് ഇംപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഇംപ്ലാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. ഒരു ലോങ് ടേം റിസൾട്ട് നമുക്ക് ബ്രിഡ്ജിനേക്കാളും പറയാവുന്നത് ഇംപ്ലാന്റിനാണ്. ഇവിടെ നോക്കൂ, നമ്മൾ ആ ഒരു ബ്രിഡ്ജ് വെച്ചതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എന്ത് പറ്റുന്നു, ഇവിടെ ആപ്സിസ് പോലെ ഉണ്ടാകുകയും ആ എല്ലുകളെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ 3 പല്ലുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. ഒരു പല്ല് വെപ്പുപല്ല് വെച്ചത് കാരണം 3 പല്ലുകൾ നഷ്ടപ്പെടേണ്ടി വരുന്നത് അത് ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ്. പക്ഷേ ഇംപ്ലാന്റിൽ അത് ഉണ്ടാകുന്നില്ല. ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നോക്കുമ്പോൾ എപ്പോഴും ബ്രിഡ്ജ് കുറച്ചുകൂടി അഫോർഡബിളും അതിനേക്കാളും നമുക്ക് ഈ പറഞ്ഞതുപോലെ അഫോർഡബിലിറ്റി കുറവുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൈസ വരുന്ന ട്രീറ്റ്മെൻറ്റ് ഇംപ്ലാന്റ് ആകുമ്പോൾ കൂടുതൽ ആളുകൾ ബ്രിഡ്ജ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ നോക്ക്, ഒരു പല്ലിന് വേണ്ടി ഇപ്പോൾ 4 പല്ലുകൾ, ഇപ്പോൾ എഗെയിൻ 4 ടൂത്താണ് അയാൾ ക്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇനി കാലക്രമേണ ഇവിടെ വീണ്ടും സെയിം പ്രൊസീജിയർ സെയിം കാര്യം നടക്കുകയും ഈ പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എത്രയോ 1 2 3 4 പല്ലുകൾ നഷ്ടമായി. ഇനി വീണ്ടും ഇത് തുടരുക, വീണ്ടും ബ്രിഡ്ജ് ഇടുന്നു, അടുത്ത പല്ലുകൾ നശിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു പല്ലിന് പകരം ഒരുപാട് പല്ലുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പല്ലുകളുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും ഇവിടെ ഇംപ്ലാന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ കുറവ് ഇംപ്ലാന്റ് തന്നെ. ഇപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതലൊന്ന് തോന്നുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നല്ലതും എന്താണ്, ഇംപ്ലാന്റ് തന്നെയാണ്.